എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് ഇന്നിപ്പോൾ എഐയുടെ കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പം നമുക്കറിയാം, ഏതൊരു കാര്യവും ഇന്ന് വേണമെങ്കിലും എഐയിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ പലർക്കും അത്തരം കാര്യങ്ങൾ അറിയില്ലാത്തവർ സാധാരണക്കാരായിട്ട് അനേകം പേരുണ്ട്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതിലൂടെയെല്ലാം കൂടുതൽ യുവാക്കളാണ് അതിനകത്ത് പെട്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് സുന്ദരികളായ ചില യുവതികളിലെ അല്ലെ സ്ത്രീകളിലൊക്കെ ഫോട്ടോ ഇട്ടിട്ട് ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഡൈവേഴ്സ്ഡാണ്, അല്ലെങ്കിൽ ഞാൻ അവിവാഹിതയാണ്, എനിക്കൊരു ഹായ് തരുമോ എന്നൊക്കെ ചോദിച്ചു വരുമ്പോഴത്തേക്കും കുറേ അധികം ആൾക്കാർ അതിനകത്ത് ഹായ് കൊടുക്കുന്നതും അവരുടെ ആർദ്രതയോട് കാണുന്നതും അത്തരം കാര്യങ്ങളൊക്കെ. പക്ഷേ അറിയാവുന്ന ചില ആൾക്കാർ അതിൻ്റെ അടി വന്നിട്ട് പറയാറുണ്ട്, എടാ ഇത് എഐ പെണ്ണാടാ അല്ലെങ്കിൽ എഐ ആളാ, നീയൊക്കെ എന്തിനാണ് ഇതിൻ്റെ അടി വന്ന് കിടന്നിട്ടും എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കളിയാക്കാറുമുണ്ട്. അപ്പം അത് പലർക്കും അറിയില്ലാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡായിട്ട് നമ്മളിനിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതൊരു വ്യക്തിയെ അല്ലെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അല്ല അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരെ വെച്ച് ഇതുപോലെ തന്നെ അവരുടെ ശരിക്കുള്ള രൂപവും അതുപോലെ ശബ്ദവും അതേ രീതിയിൽ തന്നെ എഐയിലൂടെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തുകൊണ്ട് പല രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് കാരണമാകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഗവൺമെൻറ്റുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ജാഗ്രതയോടുകൂടി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതാണ് ഇൻ്റലിജൻസ് വിഭാഗം അത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്, അതായത് കേന്ദ്ര ഗവൺമെൻറ് ചില നിയമങ്ങളും നിബന്ധനകളും അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതായിട്ടുള്ളൊരു ചെറിയൊരു സൂചനകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇതിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇനിയുള്ള കാലം നമ്മൾ ഇത്തരം കാര്യങ്ങളിനകത്ത് പെട്ടു പോകാതിരിക്കാനായിട്ട് പലവിധ നല്ല നല്ല കാര്യങ്ങളുണ്ട്. കാര്യം നമുക്കറിയാം, ഇത്തരം കാര്യങ്ങളൊക്കെ രംഗത്ത് വരുന്നത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അതിനൊരു നെഗറ്റീവ് വശമുണ്ട്. അപ്പോൾ അത് വെച്ച് പലപ്പോഴും നമ്മളെ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. നമ്മൾ പലവിധ ചതിക്കുഴികളിലും കെണികളിലും പെട്ടുപോകാനും വേദന എടുക്കണുണ്ടോ? വേദന എടുക്കണുണ്ടോ? അതാ ബെൽറ്റ് വാങ്ങാത്തതെല്ലാം നമ്മൾ പേടിച്ചിട്ട് ചെയ്യുമ്പോ ഒന്നും നടക്കിയല്ല. അതല്ല, കൈക്ക് എക്സസൈസാ. പക്ഷെ അതൊക്കെ നമുക്ക് എന്തെങ്കിലും ആകുമ്പോഴത്തേക്കും കട്ടിലെ കൊണ്ട് കിടത്തണം തോന്നും. പക്ഷെ നടക്കുകയല്ലേ. നമ്മക്കായി വരുമ്പോഴേ നിങ്ങളെയൊക്കെ പിടിച്ച് കട്ടിലെ കൊണ്ട് കിടത്താൻ തോന്നും. അപ്പൊ അതൊക്കെ കാര്യമില്ലല്ലോ. നീ തിരക്കാൻ കഴിയില്ല. തന്റെ ഒരു ഉച്ചയ്ക്ക് എന്നെ വിളിക്കണേ കേട്ടാ. കൊടുപ്പം കൂരിയിട്ടിരിക്കുവാണോ? സത്യമാന്റെ കൂലിയോ? ഇല്ലില്ല, ഒന്നല്ലേ ഉള്ളു. ഒരാഴ്ച ചെറുതായിട്ടൊന്ന് വിശ്രമിച്ചിട്ട് കൂരിയാ മതിയല്ലോ. പോയി ഒരുങ്ങി ചെറുക്കം പോയി കഴിഞ്ഞാൽ വിളിക്കുള്ളൂ. ചെറുക്കാൻ തന്നെ വിളിച്ചാൽ മതി. ഓക്കെ ഓക്കെ, ബൈ. ഹലോ, ഈശോ വിചാരിക്കട്ടെ അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഹലോ, അച്ഛനിപ്പോ തോട്ടറപ്പള്ളിയിലാണോ? ഇതാരാ വിളിക്കുന്നവരാ? ഞാൻ ഈ ചമതച്ചാലിതാ. പണ്ട് അച്ഛൻ എവിടെ ഇരുന്നില്ലേ? ചമതച്ചാലില്. ആരാ? എന്റെ പേര് ജെയിംസ് എന്നാ. ഈ കേബിളൊക്കെ നടത്തുന്നേ. ജെയിംസ്. എന്താണിപ്പോ അങ്ങനെ പോകുന്നു? എന്താണ് അച്ഛനെ കുറിച്ചുള്ള ഓരോ വാർത്തകൾ ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വന്നോണ്ടിരിക്കുന്ന? അത് നല്ല കാര്യല്ലേ?
നല്ലതാണത്. എങ്ങനെയെങ്കിലും നമ്മള് ഫേമസ് ആകട്ടെ. ആ അല്ലാതെ ഫേമസ് ആകാൻ പറ്റുന്നില്ല. ഇല്ല. വെരി ഗുഡ്. അപ്പൊ അച്ഛാ ഇത് വല്ല ഇത് ശരിക്കും വല്ല വാസ്തവമുള്ള കാര്യമാണോ അച്ഛാ? ഈ യാതൊരു വാസ്തവമില്ല, ഒന്നുമില്ല. വാസ്തവമില്ല. ഇത് ഇപ്പൊ ഈ എന്നാ AI എന്ന് പറഞ്ഞ പരിപാടി ഉപയോഗിച്ചുകൊണ്ട് ആര് വേണമെങ്കിലും സൗണ്ട് അതൊക്കെ ഉണ്ടാക്കല്ലോ. അങ്ങനെ ആക്കുന്നത് അല്ലേ? അതെന്നുവെച്ചാൽ നമുക്കിപ്പോ ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരുത്തനുണ്ടാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്തിട്ടോട്ട് അലക്കിക്കൊണ്ടിരിക്കും. അച്ഛാ അപ്പൊ നമ്മള് ഇത് കേസ് കൊടുക്കത്തില്ലേ? ഇതാ പിന്നെ അങ്ങനെ ചെയ്യുന്നവരുടെ പേരില്ലേ? ഇതിന്റെയൊക്കെ ഞാനത് കേട്ട് ഞാൻ സഹിയിട്ട് ഞാൻ മടുത്തു. ഇനിയിപ്പോ ഇതിന്റെ പുറകെ ഒരു കേസും ഒക്കെ ആയിട്ട് അതിന്റെ പുറകെ പിന്നെയും ആവശ്യമില്ലാത്ത ദരിദ്രം കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ? അതില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നു. പണിയൊന്നുമില്ല. ഇപ്പൊ ബോധമില്ലാത്ത എന്ന് വെച്ചാൽ നാനായക്കാരാണ് ഏറ്റവും വലിയ ഈ പ്രശ്നക്കാര് എന്ന് പറഞ്ഞാൽ അവരാണ് ഇതെല്ലാം എടുത്തിട്ട് അലക്കവും ലോകം മുഴുവൻ എത്തിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് വെളിയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ 10 കാശുമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അതിന് മുമ്പ് നാട്ടിൽ കൂടെ പട്ടിണിയും മുന്നോട്ടൊക്കെ കടന്നപ്പോ ഇവരൊന്നും യാതൊരു പ്രശ്നമില്ല. വെളിയിൽ പോയി 10 കാശൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു ശരിയായ വസ്തുത അച്ഛാ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നല്ല തിന്നാനും കുടിക്കാനും ഉണ്ടെങ്കിലുള്ള ആൾക്കാരെല്ലാം ഈ ഒരു അവസ്ഥയിലേക്ക് ആവും. തിന്നിട്ടുള്ള കുത്തല് അത് തന്നെ ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ ഇതിപ്പോ ഒരുവിധമുള്ളവരെല്ലാം ഇതങ്ങ് വിശ്വസിക്കും. പിന്നെ അതേ കുറിച്ചുള്ള ചോദിച്ചാലേ എനിക്ക് കൃത്യം പറയാൻ പറ്റും. അതെ. പിന്നെ അതാണ്ട് എന്നാ വേണ്ടപ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. 2 ദിവസമായിട്ട് ഇങ്ങനെ നാട്ടിൽ ഇതൊക്കെയല്ലേ ചർച്ച ചെയ്യുന്നേ. അപ്പൊ ഞാൻ പിന്നെ ഇവിടെ അവരോട് ഇവരോട് ചോദിക്കണ്ടല്ലോ, അച്ഛനോടായിട്ട് നേരിട്ടങ്ങ് ചോദിച്ചേക്കാലോ എന്ന് വിചാരിച്ച് വിളിച്ചോ. നമുക്ക് പിന്നെ അങ്ങനത്തെ നോട്ടമൊന്നും ഇല്ലല്ലോ, അച്ഛനറിയത്തില്ലേ. എന്തായാലും മൊത്തത്തിൽ നമ്മളെ ക്ലാനായക്കാർക്കെല്ലാം മൊത്തത്തിൽ ഒരു നാണക്കേടായി. നമ്മുടെ ആൾക്കാർ അതെ. അപ്പം ഇതിനകത്ത് ഒരു വസ്തുത ഇല്ലാത്ത കാര്യമാണെങ്കിൽ അച്ഛൻ കേസ് കൊടുക്കണം അച്ഛാ. എന്റെ സമയം മുഴുവൻ അതിനു വേണ്ടി കളയണ്ടേ? മുഴുവനും കളയണ്ടെന്നേ, കുറച്ച് സമയം അതിനു വേണ്ടി കളയണമെന്നേ. അതാ ഞാൻ പറയുന്നത്. നമ്മളങ്ങനെ വേറെ പണിയൊന്നുമില്ലേ? അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ മറ്റുള്ളവർ എല്ലാം കാണിക്കട്ടെ. അത് വിട്ടുമല്ലേ? ഞാനത് വിട്ടുകളഞ്ഞ് ഒരു അതങ്ങോട്ട് ഒഴിവാക്ക്. ആ സാധനം അങ്ങ് പോട്ടെ. ഉപ്പ് തിന്നണം, വെള്ളം കുടിക്കണം. നമ്മൾ തന്നെ വെള്ളം കുടിക്കണം. നമ്മൾ ആവശ്യമില്ലാത്ത ടെൻഷൻ എടുക്കണം. ഞാനത് ഇതേക്കുറിച്ച് ഞാനിപ്പോ ബോധയുടെ അല്ല, ഞാനത് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ പോട്ടെ. കാരണം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കും. നമ്മൾ വല്ലവരും വല്ലതും പറയും നമ്മൾ കരഞ്ഞോണ്ടാകണം ഉള്ള കാര്യം. എന്താന്ന് പറഞ്ഞാലും പക്ഷെ ആൾക്കാർ അങ്ങനെയല്ലെന്നേ. ശകലം തീയില്ലാതെ പുകയോ എന്നുള്ളതൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത്. അങ്ങനെ അതിപ്പോ നമ്മുടെ ആൾക്കാരിൽ അങ്ങനെ പറയുന്നു. ഇപ്പൊ ആൾക്കാർ എന്തായാലും ഇപ്പൊ AI ഇറങ്ങിയത് കൊണ്ട് അങ്ങനെ ഒരു മെച്ചായി. അതെ അതെ ഞാൻ പറയാ. അതിപ്പോ എത്ര പേർക്ക് അറിയാവുന്ന. അതെ ഇപ്പൊ ആൾക്കാരൊക്കെ എന്നാന്ന് അറിയത്തില്ല. എനിവേ എന്തായാലും അച്ഛനിപ്പോ തോട്ടത്തിലാണോ ഉള്ളേ? അതെ അല്ലേ. അതുപോലെ തന്നെ അത് ഒരു വശം. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് സമൂഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ വെറുതെ തേജോവധം ചെയ്യാനും ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അത് ഇഷ്ടം പോലെ നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഇവിടുത്തെ ഇപ്പോൾ ശബരിമല കൊള്ളനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പല പല കാര്യങ്ങൾ AI ക്രിയേറ്റ് ചെയ്തിട്ട് അത് പൊതുസമൂഹത്തിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് കളിയാക്കുന്ന ഒരു രീതിയിലാണെങ്കിലും പക്ഷേ അത് ഒരു പരിധി വരെ ഒന്നും കുഴപ്പമില്ല. പക്ഷേ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് പലവിധ അപകടങ്ങളും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ചില വ്യക്തികൾ തേജോവധം ചെയ്യപ്പെടുന്നത് അതൊരു പരിധി വിട്ട് കൂടുതലാകുമ്പോൾ വരുന്ന ഭവിഷ്യത്തുകൾ ഇത്തരം കാര്യങ്ങളിനകത്തെല്ലാം കേന്ദ്ര സർക്കാർ ചില നിബന്ധനകൾ കൊണ്ടുവരാനായിട്ട് പ്ലാൻ ഇടുന്നതായിട്ടൊക്കെ നമുക്കറിയുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇനി വരും കാലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൊണ്ട് പല വ്യക്തികളും അപമാനിക്കപ്പെട്ട് ചിലപ്പോൾ ഒന്നും അല്ലാതെ ഇല്ലാതായി തീരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും അത്തരം കാര്യത്തിനകത്തേക്ക് നമ്മുടെ പൊതുസമൂഹവും കുറച്ചും കൂടെ ഒരു അവയർനെസ് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ആ കാര്യങ്ങൾ ഒന്ന് ഉത്ബോധിപ്പിക്കാനും അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന അപകടങ്ങൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപകടങ്ങൾ നമ്മൾ വിട്ടുപോകാതെ അതിൽ നിന്നും തരണം ചെയ്ത് നിൽക്കാനുമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ആണ് ഗവൺമെൻറ് വളരെ കാര്യപ്രാപ്തിയോടുകൂടി ആലോചിക്കുന്നതായിട്ടാണ് അറിവ്
നമുക്കുള്ളത്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ പൊതുസമൂഹത്തെ ഒന്ന് അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കരുതിയിരിക്കുക, എയുടെ കാലമാണ്. എയുടെ കാലത്തിനകത്ത് ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നൊരു കാര്യം ആണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട മറ്റൊരു വ്യക്തി, ചിലപ്പോൾ ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ മകനായിരിക്കാം, മകളായിരിക്കാം. ഇവർ ചിലപ്പോൾ മറ്റൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് വീട്ടുകാരോട് വളരെ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് ആവശ്യപ്പെടുന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ്. പക്ഷേ ആ സാധിച്ചു കൊടുക്കുന്നത് ചിലപ്പോൾ ഈ ഒറിജിനൽ മകനോ മകളോ ഭാര്യയോ ഭർത്താവോ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതൊരു AI ക്രിയേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. പക്ഷേ നമ്മളതറിയില്ല. ദൂരെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നേരിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ശബ്ദത്തിനകത്താണെങ്കിൽ നേരിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു അച്ഛനോട് മകൻ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് കുറച്ച് ക്യാഷ് ആവശ്യപ്പെടുക എന്ന് കൂട്ടുക. കേരളത്തിലുള്ളൊരു അച്ഛനോട് മകൻ ബോംബെയിലോ അല്ലെങ്കിൽ വിദേശത്തോ ഇരുന്നുകൊണ്ട് പറയുകയാണ്, അച്ഛൻ എനിക്ക് അർജൻറ്റായിട്ട് ഞാനിങ്ങനെ ഒരു വിഷയത്തിനകത്ത് ഇടപെട്ടു, എനിക്ക് അർജൻറ്റായിട്ട് ഇത്തിരി ക്യാഷ് വേണം. വീഡിയോ കോളിലോ ഓഡിയോ കോളിലോ ഒന്ന് സംസാരിക്കുന്ന രീതിയിൽ. അപ്പോൾ അച്ഛൻ നോക്കുമ്പോൾ മകനെ പോലെ തന്നെയാണ്, പക്ഷെ മകനിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ ചിലപ്പോൾ തോന്നിക്കൊള്ളും. അപ്പോൾ എന്താണ് അതിൻ്റെ രൂപത്തിലൊരു മാറ്റം, അല്ലെ സ്വരത്തിൽ ചെറിയ വ്യത്യാസം, അത് സ്വാഭാവികമായിട്ട് അച്ഛാ അത് ഇപ്പം നമ്മളിങ്ങനെ ഇത്ര ദൂരെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് ആ രീതിയിലൊക്കെ ചിലപ്പോൾ മറുപടി തന്നു എന്നിരിക്കും. അപ്പം നോർമലുള്ള നമ്മുടെ സംഭാഷണങ്ങളെല്ലാം ജനുവലാകുന്ന രീതിയിലേക്ക് വിശ്വസിപ്പിച്ചുകൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് ആ ഫണ്ട് ചിലപ്പോൾ ആവശ്യപ്പെടുന്നു, ഫണ്ട് മകൻ പറയുന്ന അക്കൗണ്ടിലേക്ക്, മകൻ എന്ന രീതിയിൽ വന്ന AI പറയുന്ന അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചീറ്റ് ചെയ്യപ്പെടും. അതിനുശേഷം മകനെ കോൺടാക്ട് ചെയ്യുമ്പോഴായിരിക്കും മകനെ വിവരം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ രീതിയിൽ സ്വാഭാവികമായിട്ടും പല റിലേഷനിലും ഇത്തരം കാര്യങ്ങൾ, ചതികൾ വന്നുപെടാം. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇത് ജനുവലാണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ട്. നമ്മളിപ്പോൾ എന്താ പറയുക, സാധാരണഗതിയിൽ ബാങ്കിലൊക്കെ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ OTP വരുന്നത് പോലെ OTP പറഞ്ഞു കൊടുത്താൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് കാര്യങ്ങൾ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്തും അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ മകൻ തന്നെയാണോ എന്നൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാട്സപ്പ് കോളിലോ അല്ലെങ്കിൽ മറ്റൊരു കോളിലോ വീഡിയോ കോളിലോ ഒക്കെ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ AI ആണ് വിളിക്കുന്നതെങ്കിൽ മറ്റെന്തെങ്കിലും ഈ വിഷയം അല്ലാത്ത എന്നാൽ അച്ഛനും മകനുമായിട്ടുള്ള ഒരു മറ്റെന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ AIക്ക് ആൻസർ ഉണ്ടാവില്ല. അവിടെ AI ബ്ലിങ്കായി പോകും. നമുക്കറിയാം. ഇപ്പം സ്വാഭാവികമായിട്ട് എടാ നിൻ്റെ അമ്മയുടെ പേര് നിനക്ക് ഓർമ്മയുണ്ടോ എന്നൊന്ന് ചോദിച്ചാലും മതി. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പം നിൻ്റെ അനിയനിപ്പോൾ എത്രയിലാണ് പഠിക്കുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ എന്നൊന്ന് ചോദിച്ചാലും മതി. അവിടെ ഫ്ലോപ്പായി പോകും. അപ്പം അതല്ലെങ്കിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ അതിനെ ഓർക്കം ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ചിലപ്പോൾ ക്രിയേറ്റഡായിട്ട് കൊണ്ടുവന്നു എന്നിരിക്കാം. എന്താണെങ്കിലും ശരി, ഇതിനൊക്കെ എതിരെ ഗവൺമെൻറ് കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്. ആലോചിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് പല വിദഗ്ധരും ഇതിനു മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. അതൊന്ന് പൊതുമണ്ഡലത്തെ ഒന്ന് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ കുറേ കൂടി ഒന്ന് അവയർനെസ്സായി ഇരിക്കേണ്ട കാലഘട്ടമാണ്. കാരണം AIയുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മൾ ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നന്ദി.